നീതിമാന്മാരെയല്ല പാപികളെയത്രേ ഞാൻ രക്ഷിപ്പാൻ വന്നിരിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും ചുങ്കക്കാരും പാപികളുമായവരുടെ കൂടെ വിരുന്നിൽ പങ്കാളികളാകുന്ന വഴി ഒരു പുതിയ ആത്മീയതയുടെ പുസ്തകമാണ് കർത്താവ് ലോകത്തിനു മുന്നിൽ തുറക്കുന്നത്. ഇത് അന്നത്തെ അധികാരവർഗത്തിന് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. അകലെ നിർത്തിയിരുന്ന ഒരു സമൂഹത്തെ ഭക്ഷണമേശയുടെ സന്തോഷകരമായ സംസർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിലൂടെ ഒരു ആത്മീയ വിപ്ലവത്തിന് അവൻ തിരികൊളുത്തുകയാണ് ചെയ്തത്. യേശു തമ്പുരാൻ അതുവരെ ഉണ്ടായിരുന്ന വിരുന്നു മര്യാദകളെയാണ് തിരുത്തിയത്. നിഷേധിക്കപ്പെട്ടവരെയും ബലഹീനരെയും ദരിദ്രരെയും അവൻ ഗൗരവമായി പരിഗണിച്ചു. നീതിമാന്മാരെയല്ല പാപികളെ അത്രേ ഞാൻ രക്ഷിപ്പാൻ വന്നിരിക്കുന്നത്. രക്ഷ പാപികൾക്ക് അവകാശപ്പെട്ടതാണെന്നും അത് കരുണയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നുവെന്നും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് കരുണ പറ്റിപ്പോവുകയും ആർദ്രതയുടെ നോട്ടം പിൻവലിക്കപ്പെടുകയും ചെയ്യുന്ന സാമൂഹിക പരിസ്ഥിതിയിൽ വിഭജനത്തിൻ്റെ മതിലുകൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിഗണനകളിലേക്ക് വളരുവാൻ ശിഷ്യപ്പെടലിലൂടെ നമുക്ക് ഒരുങ്ങാം. കരുണയുടെയും ആർദ്രതയുടെയും കരങ്ങൾ ഈ നോമ്പിലൂടെ നമുക്ക് ബലഹീനരിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് നീട്ടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, കരുണയുടെയും ആർദ്രതയുടെയും അനുകമ്പയുടെയും കരങ്ങളെ നീട്ടി വിഭജനത്തിൻ്റെ ആത്മാവിനെയല്ല, ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവിൽ വളരുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ആമീൻ.